العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ സമയത്ത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠങ്ങളായ അഖീദയെ സംബന്ധിച്ച് ഇസ്ലാമിലെ നിർബന്ധമായും ഒരു മുസ്ലിം വിശ്വാസമായ ആദർശമായി കാത്തു സൂക്ഷിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങളെ സംബന്ധിച്ച് തുടർച്ചയായി അഖീദ വിഷയത്തിൽ ദർസുകൾ ആരംഭിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്ത ആഴ്ച മുതൽ. ഇൻഷാ അല്ലാഹ് ഇന്ന് പ്രത്യേകിച്ച് റമളാൻ നമ്മിൽ നിന്ന് വിടവാങ്ങുകയും ശവ്വാലിൽ അള്ളാഹു നമുക്ക് ആയുസ് നീട്ടിത്തരുകയും ചെയ്ത ഈ പരിതസ്ഥിതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൗഫീഖ് അതെന്താണ്? വലൈക്കും സലാം. അള്ളാഹുവിൻ്റെ തൗഫീഖ് നമുക്ക് ലഭിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് അള്ളാഹുവിൻ്റെ തൗഫീഖ് എന്നതിനെപ്പറ്റി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അസ്റാറു തൗഫീഖ്, അള്ളാഹുവിൻ്റെ തൗഫീഖിൻ്റെ രഹസ്യങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, തൗഫീഖ് എന്ന വാക്ക് സാമാന്യം എല്ലാ മുസ്ലിമീങ്ങൾക്കും പരിചയമുള്ള വാക്കാണ്. തൗഫീഖ് എന്താണ്? തൗഫീഖ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു, തൗഫീഖ് എന്നാൽ ജഅലുല്ലാഹി ഫിഅല അബ്ദിഹി മുവാഫിഖൻ ലിമാ യുഹിബ്ബുഹു വയർളാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടമുള്ള മാർഗത്തിൽ, അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന രൂപത്തിൽ ഒരടിമ പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കാൻ, അമൽ ചെയ്യാൻ അവന് സൗഭാഗ്യമുണ്ടാകുക എന്നതാണ് തൗഫീഖ്. അള്ളാഹുവിന് ഇഷ്ടവും തൃപ്തിയുമുള്ള മാർഗത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ, അമൽ ചെയ്യാൻ ഒരാൾക്ക് ഭാഗ്യം ലഭിക്കുക, ഉദവി ലഭിക്കുക, ഇതാണ് തൗഫീഖ്. ഒന്നും കൂടി വിശദമായി പറഞ്ഞാൽ, മുൻഗാമികളിൽ ചിലർ പറഞ്ഞു, വമഅനാഹു ഇസാബത്തുൽ ഹഖ് വനൈലുൽ മുബ്തഗ വൽവുസൂലു ഇലാ റിളല്ലാഹി തആല. തൗഫീഖ് എന്ന് പറഞ്ഞാൽ സത്യം മനസ്സിലാക്കാൻ സാധിക്കലാണ്, സത്യത്തെ പുൽകാൻ സാധിക്കലാണ്, ഹഖ് മനസ്സിലാക്കാനും ഹഖ് മുറുകെ പിടിച്ച് ജീവിക്കാനും അതിൽ നിലകൊള്ളാനും സാധിക്കുക. എന്താണോ നമ്മുടെ ലക്ഷ്യം, എന്തിനാണ് അള്ളാഹു നമ്മെ പടച്ചത്, എന്തായിരിക്കണം നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ തേടേണ്ടത്, നമ്മുടെ ലക്ഷ്യവും തേട്ടവും മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയുള്ള മാർഗത്തിലൂടെ സഞ്ചരിക്കുക. ഹൈസു തസീറു ഹയാത്തുൽ മുഅ്മിനി സആദതൻ വറിള വഅംനൻ വഖൈറൻ കുല്ലുഹാ. അങ്ങനെ ഒരു മുഅ്മിനിന്റെ ജീവിതം അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ചാൽ സൗഭാഗ്യപൂർണമായിരിക്കും. അള്ളാഹുവിന്റെ തൃപ്തിയിൽ, അവൻ നൽകുന്ന നിർഭയത്വത്തിൽ, ഐഹികവും പാരത്രികവുമായ എല്ലാ നന്മകളും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ലാ തുഗയ്യിറുഹൽ ഫിതൻ,
ഫിത്നകളും പരീക്ഷണങ്ങളും വരുമ്പോൾ അവൻ ചാഞ്ചാടുകയില്ല, അവനൊരിളക്കവും ബാധിക്കുകയില്ല. അവൻ ശക്തനായി ഈമാനിന്റെ ദൃഢതയോടെ നിലകൊള്ളും. അവൻ നിറമാറുകയില്ല. വലാ തഅസിഫു ബിഹാ വസാവിസു ശയാത്തീനിൽ ഇൻസി വൽ ജിൻ, മനുഷ്യന്മാരിലും ജിന്നിലും പെട്ട ശൈത്താന്മാരുടെ ദുർബോധനങ്ങൾ, വസ്വാസുകൾ അവനെ ഇളക്കുകയില്ല, അവന് യാതൊരു പ്രശ്നവും സൃഷ്ടിക്കുകയില്ല. മനുഷ്യരിലും ശൈത്താന്മാരിലും പെട്ട, ജിന്നിലും ഇൻസിലും പെട്ട ശൈത്താന്മാർ, അവരുടെ ദുർബോധനങ്ങളുടെ കൊടുങ്കാറ്റവനെ യാതൊരു ചലനവും ഉണ്ടാക്കുകയില്ല. ഫയസ്ബുത്തുൽ മുഅ്മിനു അലാ അഖീദതിഹി, ഒരു മുഅ്മിൻ അല്ലാഹുവിനോടുള്ള തൗഹീദിൽ, ഇസ്ലാമിന്റെ യഥാർത്ഥ അഖീദയിൽ അവൻ മരണം വരെ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ സ്ഥിരതയോടെ എന്നും എക്കാലത്തും, റമളാനിലും അല്ലാത്തപ്പോഴും ഏത് സാഹചര്യത്തിലും അവൻ ഉറച്ചു നിൽക്കുന്നവനായിരിക്കും. വയർദാ ബിഖദാഇഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി, അവന്റെ തീരുമാനം അതെന്താകട്ടെ അതിലവൻ തൃപ്തി അടയുന്നവനായിരിക്കും. വയഹ്മദു റബ്ബഹു ഫി സറാഇഹി വദറാഇഹി, അവന്റെ പ്രയാസഘട്ടത്തിലും അവന്റെ സന്തോഷവേളയിലും, പ്രയാസം വന്നാലും സന്തോഷമുണ്ടായാലും അനുഗ്രഹങ്ങളുണ്ടായാലും ഞെരുക്കമുണ്ടായാലും സദാ അവൻ അല്ലാഹുവിനെ അൽഹംദുലില്ലാഹ് എന്ന് സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെയാണ് അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഇതൊക്കെ ഓർത്തു നോക്കുക. നമ്മുടെ ജീവിതത്തിൽ സത്യം കണ്ടെത്താനും സത്യം മുറുകെ പിടിക്കാനും സത്യത്തിൽ നിലകൊള്ളാനും സത്യം മുറുകെ പിടിച്ച് ജീവിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ലക്ഷ്യം എന്താണ്? അള്ളാഹു നമ്മെ പടച്ചതിന്റെ പിന്നിലുള്ള അവന്റെ ഹിക്മത്ത് എന്താണ്? ഇബാദത്തുല്ലാഹി വഹ്ദഹ്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത്? അള്ളാഹുവിന്റെ തൃപ്തിയിലാണോ നമ്മൾ സഞ്ചരിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നിർഭയത്വം, അവന്റെ തൃപ്തി, അവന്റെ ദീനിൽ അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അറിയിച്ച നന്മകൾ, ഇത് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്നുണ്ടോ? ഫിത്നകൾ, പരീക്ഷണങ്ങൾ, പ്രതിസന്ധികൾ, ദീനിലുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ, ആളുകൾ ഉണ്ടാക്കുന്ന ആവശ്യമില്ലാത്ത ചർച്ചകൾ, വാഗ്വാദങ്ങൾ, ഇതിലെല്ലാം നമ്മൾ ചാഞ്ചല്യം സംഭവിക്കുന്നവരായി മാറുന്നുണ്ടോ? മനുഷ്യരിലും ജിന്നിലും പെട്ട ശൈത്താന്മാരുടെ ദുർബോധനങ്ങൾ നമുക്ക് ഇളക്കം തട്ടിക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിയുറച്ച ഈമാൻ എക്കാലത്തും ഒരുപോലെ ദൃഢതയോടെ സ്ഥിരതയോടെ നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ ഖലാ ഖദറിൽ സദാ തൃപ്തിയടയാൻ, ഒരു മനപ്രയാസവും ഇല്ലാതിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എപ്പോഴും ഏതു സാഹചര്യത്തിലും ദുഃഖം വന്നാലും സന്തോഷമുണ്ടായാലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കാറുണ്ടോ? എങ്കിൽ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആകത്തുക. വമൻ യഹ്ബദിർ റഹ്മാന ഫീ കുല്ലി ഹാലിഹി വദവാമ ഫീ മർദാതിഹി ഫമുവഫഖു, മുൻഗാമികളിൽ ചിലർ പാടിയതുപോലെ, ആരാണ് ഏതവസ്ഥയിലും റഹ്മാനായ റബ്ബിനെ സ്തുതിക്കുന്നത്, വദവാമ ഫീ മർദാതിഹി ഫമുവഫഖു, വഅലൈക്കും സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയിലായി സദാ നിലകൊള്ളുന്നത്, ഫമുവഫഖു, അവനാണ് അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിച്ചവൻ എന്ന് മുൻഗാമികൾ ചിലർ പറഞ്ഞു. ഇതാണ് അത്തൗഫീഖ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? തൗഫീഖ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ ആകത്തുക. ഇനി അതിന്റെ നേരെതിരാണ് അൽ ഖദ്ലാൻ. അൽ ഖദ്ലാൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഒറ്റവാക്കിൽ എന്താണ് അതിനർത്ഥം പറയുക എന്ന് മനസ്സിലാകുന്നില്ല. അള്ളാഹു കൈയൊഴിയുക, അവൻ കൈവിടുക, നിന്ദ്യനായി തീരുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മുൻഗാമികൾ ചിലർ പറഞ്ഞു അൽ ഖദ്ലാൻ എന്ന് പറഞ്ഞാൽ, അതായത് തൗഫീഖിനെതിർ എന്ന് പറഞ്ഞാൽ തഖല്ല അൻ നുസ്റതിഹി വ ഇആനതിഹി, അല്ലാഹുവിന്റെ സഹായവും അവന്റെ സംരക്ഷണം, അവന്റെ കരുതലും, അതിൽ നിന്ന് അവൻ ഒഴിവാകുക, അള്ളാഹുവിനെ കൈയൊഴിയുക, അള്ളാഹുവിന്റെ സഹായത്തിൽ നിന്ന് അവൻ അന്യനാകുക എന്നതാണ് ഖദ്ലാൻ എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആല ഇംറാനിൽ പറഞ്ഞു, ഇയൻസുറുകുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിജയിക്കാൻ ആരുമില്ല, നിങ്ങളെ കീഴടക്കാൻ ആരുമില്ല.
നിങ്ങൾ തോൽപ്പിക്കാൻ ആരുമില്ല. വഇയഖ്ദുൽകും, അല്ലാഹു നിങ്ങളെ കൈയൊഴിയുകയാണെങ്കിൽ, അവൻ നിങ്ങളെ സഹായിക്കാതിരിക്കുകയാണെങ്കിൽ, ഫമൻ ദല്ലദി യൻസുറുകും മിൻ ബഅദി, അല്ലാഹുവിന് പുറമെ മറ്റാരാണ് നിങ്ങളെ സഹായിക്കാനുള്ളത്? അതുകൊണ്ട് നമുക്ക് ഈ നാട്ടിൽ നിർഭയത്വമുണ്ടാകാൻ, നമ്മുടെ ദീൻ മുറുകെ പിടിച്ച അഭിമാനത്തോടെ, ധൈര്യത്തോടെ, സ്ഥൈര്യത്തോടെ നമുക്ക് ജീവിക്കാൻ ആത്യന്തികമായി പ്രഥമവും പ്രധാനവുമായി അല്ലാഹുവിന്റെ സഹായമുണ്ടാകണം. എങ്കിൽ ഫലാ ഗാലിബ ലക്കും, ഏതെല്ലാം ഭരണകൂടവും ഭരണാധികാരികളും മാറി മറിഞ്ഞു വന്നാലും ഇല്ല, നമ്മെ അതിജയിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അല്ലാഹു നമ്മെ കൈയൊഴിഞ്ഞാൽ, ആകാശലോകത്തു നിന്നുള്ള അവന്റെ സഹായം നമുക്ക് അന്യമായാൽ, അവൻ നമ്മെ കൈവിട്ടാൽ, ഫമൻ ദല്ലദി യൻസുറുകും മിൻ ബഅദി, ആരെല്ലാം മോഹന വാഗ്ദാനങ്ങൾ നൽകിയാലും സംരക്ഷണത്തിന്റെ ശബ്ദം നിങ്ങളോട് ഉരുവിട്ടാലും, ഫമൻ ദല്ലദി യൻസുറുകും മിൻ ബഅദി, അല്ലാഹുവിന് പുറമെ ആരാണ് നമ്മളെ സഹായിക്കാനുള്ളത്? വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അതുകൊണ്ട് മുഅ്മിനീങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ചെയ്യാനുള്ള പണി ചെയ്തിട്ട് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഭരമേൽപ്പിക്കുക. മുഅ്മിനീങ്ങളുടെ പണി അതാണ്, അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകാൻ. അപ്പൊ ഇവിടെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സഹായിക്കാതിരിക്കുക, അവൻ കൈയൊഴിയുക എന്നതാണ് തൗഫീഖിനെതിര്. അല്ലാഹുവിന്റെ സഹായം ഇല്ലാതിരിക്കുക. ശൈത്താനെ പറ്റി, സാക്ഷാൽ പിശാചിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂല, ശൈത്താൻ മനുഷ്യനെ കൈവിടുന്നവനാണ്, കൈയൊഴിയുന്നവനാണ്. മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന്റെ ഭാഗത്തെ വിശദീകരിക്കവോ പറഞ്ഞു, അയുദില്ലുഹു ഔ യുഗ്വീഹി വയുഗ്വീഹി വയുസയ്യിനു ലഹുൽ ബാതില വയുഖബ്ബിഹു ലഹുൽ ഹഖ്. ശൈത്താൻ എങ്ങനെയാണ് മനുഷ്യനെ കൈയൊഴിയുക? ദുനിയാവിൽ അവന്റെ പിന്നാലെ കൂടി അവനെ പിഴപ്പിക്കും, അവനെ നശിപ്പിക്കും. ബാത്തിലായ കാര്യം, അല്ലാഹു ഹറാമാക്കിയ കാര്യം മുന്തിയ കാര്യമായി, ഭംഗിയുള്ള കാര്യമായി അവന് തോന്നിപ്പിക്കും. വയുഖബ്ബിഹു ലഹുൽ ഹഖ്, സത്യം നീചമായി മ്ലേച്ഛമായി അവന് തോന്നിപ്പിക്കും. വയഇദുഹുൽ അമാനിയ സുമ്മ യതഖല്ല അൻഹു വഖ്തൽ ഹാജ ഫലാ യൻഖുദുഹു വലാ യൻസുറു, മോഹന വാഗ്ദാനങ്ങൾ അവന് നീട്ടിയിട്ട് കൊടുക്കും. ഇന്നത് ചെയ്തോളൂ, ഇന്നത് ചെയ്താൽ ഇന്ന നേട്ടമുണ്ടാകും. ഭൗതികമായ നൈമിഷികമായ തൽപര ലക്ഷ്യങ്ങൾ അവന്റെ മനസ്സിൽ മോഹങ്ങൾ ഇട്ടു കൊടുക്കും. എന്നിട്ടോ സുമ്മ യതഖല്ല അൻഹു വഖ്തൽ ഹാജ, അവന്റെ സഹായം ആവശ്യം വരുന്ന ഘട്ടത്തിൽ, എവിടെയാണത്? മഹ്ശറിൽ, പരലോകത്ത് അല്ലാഹു വിചാരണ ചെയ്യുന്ന വേളയിൽ അവൻ കൈയൊഴിയും. ഞാൻ നിങ്ങളെ ക്ഷണിച്ചു, നിങ്ങൾ എന്റെ പിന്നാലെ കൂടി, ഞാൻ നിങ്ങളെ നിർബന്ധിച്ചില്ലല്ലോ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നുവല്ലോ. ഫലാ യൻഖുദുഹു വലാ യൻസുറു, അവൻ സംരക്ഷിക്കുകയുമില്ല, അവൻ കാവൽ നൽകുകയുമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ. ഇതാണ് ശൈത്താന്റെ സ്വഭാവം. ദുനിയാവിൽ പിന്നാലെ നടന്ന് അത് ഇത് ചെയ്യിക്കും. നമ്മുടെ ഇവിടുത്തെ മോഹന വാഗ്ദാനങ്ങൾ നൽകുന്ന മനുഷ്യ പിശാചുക്കളെ പോലെ എന്തെങ്കിലും തൽപര ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വലിയ വാഗ്ദാനങ്ങൾ നൽകും. എന്നിട്ട് ആവശ്യം വരുമ്പോൾ അവരെ കാര്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ കൈയൊഴിയും. ഇതുപോലെ ശൈത്താൻ പ്രവർത്തിക്കുന്നവനാണ്. ആ ശൈത്താനെ പറ്റി അല്ലാഹു പറഞ്ഞെന്താണ്? വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂല, അവൻ മനുഷ്യനെ കൈവിട്ട് കളയുന്നവനാണ്. ഖദ്ലാൻ എന്ന വാക്കിൽ നിന്നുണ്ടായതാണത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈയൊഴിയുക, കൈവിട്ട് കളയുക, അവന്റെ സഹായമില്ലാതിരിക്കുക എന്നതാണ് തൗഫീഖിനെതിർ. സഹോദരങ്ങളെ, അത്തൗഫീഖ് ബിയദില്ലാഹി വഹ്ദ, തൗഫീഖ് എന്നാൽ അത് അല്ലാഹുവിന്റെ കരങ്ങളിൽ മാത്രം ഭദ്രമാണ്. നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ സാമർഥ്യം കൊണ്ടോ, നമ്മുടെ മഹിമ കൊണ്ടോ, നമ്മുടെ അറിവ് കൊണ്ടോ, നമ്മുടെ ബുദ്ധി കൊണ്ടോ, നമ്മുടെ തറവാട് കൊണ്ടോ, നമ്മുടെ കുലമഹിമ കൊണ്ടോ, നമ്മുടെ വംശപാരമ്പര്യം കൊണ്ടോ, നമ്മുടെ നാടുകൊണ്ടോ, നമ്മൾ ഇന്ന കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ടോ, ഇന്ന വർഗക്കാരനും ദേശക്കാരനും നാട്ടുകാരനുമായി എന്നതുകൊണ്ടോ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ലഭിക്കുകയില്ല. അതവന്റെ തനതായ ഓശാരം മാത്രമാണ്, അവന്റെ ഔദാര്യം മാത്രമാണ്. അവൻ അനുവദിച്ചവർക്ക് അവനത് നൽകും, അവൻ ഉദ്ദേശിച്ചവർക്ക് അവനത് തടയും. അല്ലാഹുവിന്റെ തൗഫീഖ് അത് അവനിൽ നിന്ന് മാത്രം ലഭിക്കുന്നതാണ്.
ഫമൻ ഹദാഹു സുബുലൽ ഖൈരി ഇഹ്തദാ മൻ ഹദാഹു സുബുലൽ ഖൈരി ഇഹ്തദാ നഅമൽ ബാലി വമൻ ശാഅ അദൽ. ആർക്കാണ് അല്ലാഹു ഹിദായത്ത് നൽകുന്നത് അവൻ നന്മയുടെ മാർഗത്തിൽ സന്മാർഗത്തിൽ പ്രവേശിച്ചവനായി തീരും. അവന്റെ അവസ്ഥകളെല്ലാം ക്ഷേമമായി തീരും. വമൻ ശാഅ അദൽ. ആരെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ളലാലത്തിലാക്കാൻ ഉദ്ദേശിച്ചത് അവന്റെ ഹിക്മത്തിനാൽ അത് യോജിച്ചവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ളലാലത്ത് രേഖപ്പെടുത്തും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. അതുകൊണ്ട് അല്ലാഹുവിന്റെ തൗഫീഖ് അത് അവന്റെ കരങ്ങളിൽ മാത്രം ഭദ്രമാണ്. നോക്കൂ നിങ്ങൾ, സൂറത്തു ശംസ് നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള സൂറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സത്യങ്ങൾ ആവർത്തിച്ചതിന് ശേഷം മനുഷ്യന്റെ നഫ്സിനെ പിടിച്ചു സത്യം ചെയ്തു. വനഫ്സിൻ വമാ സവ്വാഹ. മനുഷ്യന്റെ നഫ്സും അതിനെ അല്ലാഹു സംവിധാനിച്ച ശരിപ്പെടുത്തിയ രീതിയും തന്നെയാണ് സത്യം. എന്നിട്ട് എന്താ പറഞ്ഞേ? ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. ആ നഫ്സിന് അതിന്റെ നന്മ എന്താണ്, അതിന്റെ തിന്മ എന്താണ്, ദോഷം എന്താണ് എന്ന് അല്ലാഹു അറിയിച്ചു കൊടുത്തു, ബോധനം നൽകി, ഇൽഹാമിട്ട് കൊടുത്തു. ഈ ആയത്തിനെ വിശദീകരിക്കവേ മുഫസ്സിരീങ്ങളിൽ ചിലർ പറഞ്ഞു, ഈ ആയത്തിൽ തൗഫീഖുമുണ്ട് ഖദ്ലാനുമുണ്ട്. തൗഫീഖിനെതിരായ ഖദ്ലാനുമുണ്ട്. ഏതാണ് തൗഫീഖ്? വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നഫ്സിന് അതിന്റെ തഖ്വയെ, നന്മയെ തോന്നിപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞത് ബിതൗഫീഖിഹി, അല്ലാഹുവിന്റെ തൗഫീഖാണ്. അപ്പൊ അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിച്ച ഒരു നഫ്സിന്, ഒരു മനുഷ്യന് അല്ലാഹു തഖ്വ ഇട്ട് കൊടുക്കും, നന്മ തോന്നിപ്പിച്ചു കൊടുക്കും. അപ്പൊ അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിച്ച മനുഷ്യന്റെ അടയാളം എന്താ? അവൻ നന്മയുള്ളവനായി തീരുമെന്നതാണ്. അവന് നന്മ ചെയ്യാൻ, പ്രവർത്തിക്കാൻ മോഹമുണ്ടാകും. അത് ഇട്ടുകൊടുക്കുന്ന ആരാണ്? ഫഅൽഹമഹാ. ആരാണ്? അല്ലാഹു ബിതൗഫീഖിഹി ഇയ്യാഹാ. അല്ലാഹു ആ നഫ്സിന് നൽകുന്ന തൗഫീഖ് കൊണ്ട് മാത്രമാണത്. ഖദ്ലാൻ എന്താണ്? ഫഅൽഹമഹാ ഫുജൂറഹാ. ചില നഫ്സുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മ തോന്നിപ്പിക്കും. അതെന്താണ്? വഖദ്ലാനിഹി ഇയ്യാഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നഫ്സിനെ കൈയൊഴിയുകയാണത്. അവന് തൗഫീഖ് ലഭിക്കാതിരിക്കുന്നതിന്റെ അടയാളമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവന്റെ തൗഫീഖിനാൽ നന്മ തോന്നിപ്പിക്കുന്നതും അവൻ കൈയൊഴിയുന്നതിനാൽ നമ്മുടെ മനസ്സിൽ തിന്മകൾ സംഭവിക്കുന്നുവെങ്കിൽ തിന്മകൾ അതിനോട് ഇഷ്ടമുണ്ടാകുന്നത് അവന്റെ കൈയൊഴിയലാണ്, ഖദ്ലാനാണ്. അതുകൊണ്ട് കാര്യം അല്ലാഹുവിന്റെ കരങ്ങളിലാണ്. അതിനെന്തു വേണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പണി നമ്മൾ എടുക്കണം. അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏറ്റവും അധികം പ്രാർത്ഥിച്ച ദുആ, അതിൽ തന്നെ ഇതിനുള്ള മഹത്തായ പാഠമുണ്ട് നമുക്ക്. ഏതാണ് ആ ദുആ? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ അടിയുറപ്പിച്ചു നിർത്തേണമേ. അത് അല്ലാഹുവിന്റെ തൗഫീഖാണ്. അത് അല്ലാഹുവിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കുക. മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കാണോ ഹിദായത്ത് നൽകിയത് അവനാണ് സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ, അവനാണ് ഹിദായത്ത് ലഭിക്കുന്നവൻ, അല്ലാഹു തെരഞ്ഞെടുക്കുന്നവൻ. വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദ. അല്ലാഹു ആരെയാണ് വഴികേടിലാക്കുന്നത്? ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദ. അവന് നേർവഴി കാട്ടാൻ ഒരു രക്ഷാധികാരിയെയും അവൻ കണ്ടെത്തുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് അത് നൽകുന്നവനും തടയുന്നവനും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഫീഖ് അത് ലഭിച്ചാൽ മാത്രമാണ് ഹിദായത്തിലാകുകയും ഹിദായത്തിൽ നിലകൊള്ളുകയും ഹിദായത്തിലായി മരിക്കാൻ സാധിക്കുകയും നമുക്ക് ചെയ്യുക. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ ഹിദായത്തിലാണല്ലോ, ഞാൻ ഹക്കിലാണല്ലോ, ഞാനാണല്ലോ അവിടെ ശരിയുടെ പാതയിലുള്ളത്, ഞാൻ നിലകൊള്ളുന്ന, ഞാൻ സഹകരിക്കുന്ന കൂട്ടായ്മ, സംഘം, ഞങ്ങളാണ് സത്യത്തിൻ്റെ ആളുകൾ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നും. സഹോദരങ്ങളെ, നമ്മുടെ എന്തെങ്കിലും കഴിവോ നമ്മിലുള്ള എന്തെങ്കിലും ഗുണമോ അല്ലെങ്കിൽ നമുക്ക് മാനുഷികമായി ഉണ്ടാകുന്ന എന്തെങ്കിലും മൂല്യങ്ങളോ ഒന്നുമല്ല ഹിദായത്തിന്റെ അടിസ്ഥാനം.
നമുക്കൊരിക്കലും അഹങ്കാരമുണ്ടാകാൻ പാടില്ല. നമ്മൾ ഒരിക്കലും ആ വിഷയത്തിൽ വഞ്ചിതരാകാൻ പാടില്ല. നമ്മൾ അത്ഭുതം കൂറാൻ പാടില്ല. ഏത് നിമിഷവും അള്ളാഹു ഇത് തിരിച്ചെടുത്തേക്കാം. നമുക്കറിയില്ല അള്ളാഹു നമുക്കിത് തടയുമോ ഇല്ലയോ, നമുക്കറിയില്ല. അതുകൊണ്ട് ഇത് പരിരക്ഷിച്ച് കാത്തു സൂക്ഷിച്ച് അതിനെ കാറ്റും കോളും ഏൽക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം ദുആ ചെയ്ത് അതിനുവേണ്ട അത് സംരക്ഷിക്കാൻ വേണ്ടുന്ന പണികളെടുത്ത് നമ്മൾ അതിനെ സംരക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഹ്ലുസുന്ന വൽ ജമാഅ തൗഫീഖ് എന്ന വാക്കിന് നൽകുന്ന നിർവചനത്തിൽ പ്രസിദ്ധമായൊരു നിർവചനം, ഒരു തഅരീഫ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അഹ്ലുസുന്ന വൽ ജമാഅ മറ്റു പിഴച്ച കക്ഷികളിൽ നിന്ന് തൗഫീഖ് എന്നതിനെ മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്. പണ്ഡിതന്മാർ പറയുന്നു, അത്തൗഫീഖു ഇൻദ അഹ്ലി സുന്ന വൽ ജമാഅ ഇആനത്തുൻ ഖാസത്തുൻ മിനല്ലാഹ് ലിൽഅബ്ദി ബിഹാ യദ്ഉഫു അസറുൻ നഫ്സി വശൈത്താൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് പ്രത്യേകമായി നൽകുന്ന സഹായം സ്വന്തം നഫ്സിന്റെയും പിശാചിന്റെയും സ്വാധീനത്തെ ദുർബലമാക്കുന്ന, അതിനെ കവച്ചുവെക്കുന്ന രൂപത്തിൽ സ്വന്തം നഫ്സിന്റെ ദുർമന്ത്രണങ്ങൾ ഉണ്ടാകും, തിന്മ ചെയ്യാൻ, നന്മയിൽ നിന്ന് അകന്നു നിൽക്കാൻ. അതുകൊണ്ട് നഫ്സിനോട് അവൻ പോരാടണം. അപ്പുറത്ത് ശൈത്താനുണ്ടാകും, തിന്മയിലേക്ക് അവനെ മാടി വിളിക്കാൻ, വസ്വാസം ഉണ്ടാക്കാൻ. അതുകൊണ്ട് ശൈത്താനെയും നഫ്സിന്റെ പ്രേരണയും തച്ചു തകർത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നൽകുന്ന സഹായം, ഇതിനാണ് എന്തെന്ന് പറയാ, തൗഫീഖ് എന്ന് പറയുക. ആ തൗഫീഖ് അവന് ലഭിച്ചാൽ അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കാനുള്ള അവന്റെ ആഗ്രഹം ശക്തമാകും. അതിനാണ് അൽ ഹിദായ എന്ന് പറയുക, ഹിദായത്ത് എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പ്രത്യേകമായ സഹായത്തിനാണ് തൗഫീഖ് എന്ന് പറയുക. എന്നാൽ അൽ ഖദ്ലാൻ എന്ന് പറഞ്ഞാൽ, തൗഫീഖിനെതിരായത് എന്ന് പറഞ്ഞാൽ, അല്ലാഹു കൈയൊഴിയുക എന്ന് പറഞ്ഞാൽ ഹുവ സൽബുൽ അബ്ദിൽ ഇആനതല്ലതി തുഖവ്വീഹി അലാ നഫ്സിഹി വശൈത്താൻ. സ്വന്തം നഫ്സിന്റെ ദുർമന്ത്രണങ്ങളെയും ശൈത്താനിന്റെ ദുർബോധനങ്ങളെയും കവച്ചുവെക്കാൻ ഉള്ള ശക്തി, ഈമാനികമായ ത്രാണി, ശേഷി ഇതവന് ലഭിക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനവന് സഹായം നൽകാതിരിക്കുക. ഇതാണ് അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിക്കാതിരിക്കുന്നതിന്റെ അടയാളം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് അത് നമുക്ക് ലഭിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 7 അടയാളങ്ങളുണ്ട്. അല്ലാഹുവിന്റെ തൗഫീഖ് നേടാൻ നമ്മെ സഹായിക്കുന്ന അനേകം അസ്ബാബുകളുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിച്ചു എന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ചില അടയാളങ്ങളാണ്, ചില ലക്ഷണങ്ങളാണ്. അതിലൊന്നാമത്തെ കാര്യം അൽ ഇസ്തിംറാറു അല അമലിൽ ഖൈർ, നന്മകൾ പ്രവർത്തിക്കുന്നതിൽ തുടരുക എന്നത്. നന്മകളിൽ ഉള്ള എന്താ പറയാ, കൺസിസ്റ്റൻസി, നിരന്തരം നന്മകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, നന്മകളിൽ തുടർച്ചയായി അവൻ സഞ്ചരിക്കുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ലഭിച്ചു എന്നതിന്റെ പ്രധാനപ്പെട്ട അടയാളമാണ്. റമളാൻ നമുക്ക് ഉപകാരപ്പെട്ടു, നോമ്പ് കൊണ്ട് നേടേണ്ടത് നമുക്ക് നേടാൻ സാധിച്ചു. റമളാനിൽ അല്ലാഹുവിന്റെ തൗഫീഖ് നമുക്ക് അനുകൂലമായി എന്ന് മനസ്സിലാക്കാൻ റമളാനിന് ശേഷമുള്ള നമ്മുടെ നന്മകളിലെ അവസ്ഥ, നമ്മൾ റമളാനിൽ നേടിയെടുത്ത നന്മകളിൽ നമുക്ക് തുടരാൻ സാധിക്കുന്നുണ്ടോ എന്ന പരിശോധന നമ്മെ സഹായിക്കും. റമളാനിന് ശേഷവും നന്മകളിൽ നമ്മൾ തുടരുന്നുവെങ്കിൽ, തിന്മകളിൽ നമ്മൾ അകലുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ചു എന്നതിന്റെ അടയാളം അതാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നന്മകൾ പ്രവർത്തിക്കാൻ സാധിക്കുക, അത് എപ്പോഴെങ്കിലും തോന്നുമ്പോൾ പ്രവർത്തിക്കലല്ല, അതിൽ നിരന്തര സ്വഭാവം വെച്ച് പുലർത്തുക, നൈരന്തര്യത ഉണ്ടാകുക. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ
സ്ഥിരമായി ചെയ്യുന്ന പ്രവർത്തനമാണ്. വഇൻ ഖല്ല, അതെത്ര കുറഞ്ഞാലും ശരി. എന്നെങ്കിലും ഒരു ദിവസം 4 പേജ് ഖുർആൻ ഓതുന്നതല്ല അള്ളാഹുവിന് ഇഷ്ടം. എന്നെങ്കിലും ഒരു ദിവസം എണീച്ച് തഹജ്ജുദ് നിസ്കരിക്കുന്നതല്ല അള്ളാഹുവിന് ഇഷ്ടം. മറിച്ച് എന്നും 1 പേജ് ഖുർആനാണെങ്കിൽ അത്, 3 റക്അത്ത് വിത്തറാണെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് അത്, എല്ലാ മാസവും 3 ദിവസം സുന്നത്ത് നോമ്പെടുക്കുകയാണെങ്കിൽ അങ്ങനെ, അതെല്ലാ മാസവും. ഇങ്ങനെ നിരന്തരം സ്ഥിരതയോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതെത്ര കുറഞ്ഞതാണെങ്കിലും ശരി, ഇതാണ് അമലുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടം. അതല്ലാതെ പെട്ടെന്നൊരാവേശം വരുമ്പോൾ അങ്ങ് വാരിക്കോരി കാഴ്ചവെക്കുന്ന നന്മകളല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടം. നന്മകളിലുള്ള നിരന്തര സ്വഭാവം, തുടർച്ചയായ സഞ്ചാരം, ഇത് അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന അടയാളമാണ്. മഹാനായ ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ ഈ വിഷയത്തിൽ പറഞ്ഞ വാചകങ്ങൾ വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു, ഫലൈസത്തിൽ ഫളാഇലു ബികസ്റത്തിൽ അഅമാലിൽ ബദനിയ്യ, നമ്മൾ ശാരീരികമായി അനേകം കാഴ്ചവെക്കുന്ന നന്മകളിലല്ല കാര്യം. നമ്മൾ ശരീരം കൊണ്ട് പുറമേക്ക് ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നു, നിസ്കാരങ്ങൾ അധികരിപ്പിക്കുന്നു, മറ്റു സ്വാലിഹായ അമലുകൾ നമ്മൾ ശരീരം കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നു. ഇതിലല്ല കാര്യം. ലാകിൻ ബികൗനിഹാ ഖാലിസതൻ ലില്ലാഹി അസ്സ വജല്ല സ്വവാബൻ അലാ മുതാബഅത്തി സുന്ന, ചെയ്യുന്നത് എത്ര കുറച്ചാണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അങ്ങേയറ്റത്തെ ഇഖ്ലാസോടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് എങ്ങനെയാണോ അങ്ങനെ ശരിയാം വിധം പ്രവർത്തിക്കുന്നതിലാണ് കാര്യം. അതോടൊപ്പം അതെത്ര കുറച്ചാണെങ്കിലും ശരി, വബികസ്റത്തി മആരിഫിൽ ഖുലൂബി വഅഅമാലിഹ, ഹൃദയത്തിൽ ആ അമലുകൾ ചെയ്യുമ്പോൾ നീ സ്വരുക്കൂട്ടേണ്ടുന്ന ചില വിവരങ്ങളുണ്ട്, ചില അറിവുകളുണ്ട്. നിന്റെ ഹൃദയം കൊണ്ട് നീ കാഴ്ചവെക്കേണ്ടുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. അതെന്താണ്? ഫമൻ കാന ബില്ലാഹി അഅലം വബിദീനിഹി വബിഅഹ്കാമിഹി വശറാഇഇഹി വലഹു അഖ്വഫ് വഅഹബ് വഅർജ ഫഹുവ അഫ്ളലു മിമ്മൻ ലൈസ കദാലിക വഇൻ കാന അക്സറ മിൻഹു അമലൻ ബിൽ ജവാരിഹ്. അതെങ്ങനെയാണ്? ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പുറമേക്ക് ധാരാളം അമലുകൾ ചെയ്യുന്നു എന്നതിലല്ല കാര്യം. അതല്ല അള്ളാഹു സ്വീകരിക്കുന്നത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഇഖ്ലാസോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്ര കുറവാണെങ്കിലും ആ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെട്ട് അവനോടുള്ള സ്നേഹവും ഏറ്റവും നന്നായി കാഴ്ചവെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പ്രതീക്ഷ അങ്ങേയറ്റം നിറച്ചുവെച്ച് ഖൽബിന്റെ അമലുകൾ നിറഞ്ഞ് സമ്പന്നമായി പുറമേക്കവൻ കുറച്ചാണെങ്കിലും അത് സ്ഥിരമായി ചെയ്യുക. അവനാണ് ഖൽബിൽ ഈ അള്ളാഹുവിനോടുള്ള സ്നേഹമോ ഭയമോ പ്രതീക്ഷയോ അള്ളാഹിന്റെ ദീനിനെ കുറിച്ചുള്ള അറിവോ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവോ ദീനിന്റെ വിധിവിലക്കുകളെ കുറിച്ചുള്ള പരിജ്ഞാനമോ ഒന്നുമില്ലാതെ ശാരീരികമായി എന്തെങ്കിലുമൊക്കെ അമലുകൾ ചെയ്തു കൂട്ടുക എന്നവനേക്കാൾ ശ്രേഷ്ഠനായവൻ. പറഞ്ഞതിന്റെ ചുരുക്കം എന്താണ്? കുറച്ച് അമലാണെങ്കിലും അത് മനം തൊട്ട് അള്ളാഹുവിനോടുള്ള ഭയവും സ്നേഹവും പ്രതീക്ഷയും നിറച്ചുവെച്ച് അള്ളാഹുവിന് വേണ്ടി മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് അപ്രകാരം തന്നെ ശരിയാമിതം പ്രവർത്തിക്കുന്ന തുച്ഛമായ അമലുകൾ നിരന്തരമായി ചെയ്യുക, തുടർച്ചയായി ചെയ്യുക. ഇതിലാണ് കാര്യം. അതാണ് അള്ളാഹു സ്വീകരിക്കുന്ന അമലുകൾ. അല്ലാതെ ധാരാളം അമലുകൾ ഈ പറഞ്ഞ ഗുണങ്ങളൊന്നുമില്ലാതെ ഖൽബിൽ തൊടാതെ കാണിച്ചു കൂട്ടുന്ന ബാഹ്യ പ്രക്രിയകൾ അള്ളാഹുവിന് ആവശ്യമില്ല എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ ഇങ്ങനെ അമൽ ചെയ്യാൻ അത് കുറച്ചാണെങ്കിലും സ്ഥിരമായി നിരന്തരമായി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കുറേ ചെയ്യാൻ സാധിക്കുന്നതല്ല കാര്യം, അതല്ല തൗഫീഖ്. എണ്ണപ്പെരുപ്പത്തിലല്ല കാര്യം. ഉള്ളത് അള്ളാഹു സ്വീകരിക്കുന്ന ഇങ്ങനത്തെ സമ്പന്നമായ അമലുകളാണോ അത് നമുക്ക് സ്ഥിരമായി ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഏകാഗ്രമായി ഒരു പേജ് ഖുർആൻ ഓതുമ്പോൾ അത് അള്ളാഹുവിന്റെ കലാമാണെന്ന ബോധത്തോടുകൂടി അവൻ നമ്മോട് സംസാരിക്കുന്നു എന്ന ചിന്തയോടെ അള്ളാഹുവിന്റെ മുമ്പിൽ ആരും കാണാതെ ഒരു 3 റക്അത്ത് വിത്ർ നിസ്കരിക്കുമ്പോൾ കൂടെ കിടക്കുന്ന ഇണ പോലും അറിയാതെ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ മാത്രം, മറ്റാരും
എത്തി നോക്കുന്നില്ല, മറ്റാരുടെയും ശ്രദ്ധ പതിയുന്നില്ല, മറ്റോരോടും ഞാൻ എടുത്തു പറയുന്നില്ല. അള്ളാഹു ഞാനും തനിച്ചാകുന്ന 3 റക്അത്ത് അതെന്നും സാധിക്കുന്നുണ്ടോ? ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഖൗഫും റജാഉം മഹബ്ബത്തും അവനെക്കുറിച്ചുള്ള ഭയപ്പാടുമെല്ലാം നിറച്ചുവെക്കുന്ന, കുറച്ചാണെങ്കിലും നിലനിൽക്കുന്ന അമലുകളിൽ തുടരാൻ സാധിക്കുക എന്നത് അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കുന്നതിൻ്റെ ഒന്നാമത്തെ അടയാളമാണ്. രണ്ടാമത്തത്, പണ്ഡിതന്മാർ പൊതുവായി പറയുന്നു അൽ ഈമാനു വൽ അമലു സ്വാലിഹ്, നന്മകളിലും ഈമാനിലും മുന്നേറാൻ സാധിക്കുക. നേരത്തെ പറഞ്ഞത് നന്മകളിൽ അത് കുറച്ചാണെങ്കിലും നിരന്തരം ചെയ്യാനും സ്ഥിരമായി പ്രവർത്തിക്കാനുമുള്ള സൗഭാഗ്യം ലഭിക്കുക. രണ്ടാമത്തത് സൽക്കർമ്മങ്ങളും ഈമാനും അതിൽ മുന്നേറാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിന്റെ ഏറ്റവും പരമോന്നതമായ പദവി ഇതാണ്, ഈമാനും അമലു സ്വാലിഹും. ഒരാൾ അവൻ ഈമാൻ എന്താണെന്ന് അറിയില്ല, അവൻ ഇസ്ലാമിന്റെ അഖീദയിലല്ല, അവന് തൗഹീദ് തിരിഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നതമായ പദവിയാണ് അവന് നഷ്ടപ്പെട്ടത്. അവനാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ. തൗഹീദ് തിരിയാത്തവൻ, ഈമാൻ തിരിയാത്തവൻ, അവനേക്കാൾ ഭാഗ്യം കെട്ടവൻ ആരാണുള്ളത്? ആ ഈമാനിനോടൊപ്പം സൽക്കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നവൻ, അവന് തൗഫീഖിനുമേൽ തൗഫീഖാണ്. സഹോദരങ്ങളെ, ഇത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബത്തിനെ അല്ലാഹു വിശേഷിപ്പിച്ച നിലവാരമാണ്. ഈമാനും അമലു സ്വാലിഹും, അതിനോട് ഇഷ്ടമുണ്ടാകുക. എന്താണ് ഈമാൻ? എന്താണ് അമലു സ്വാലിഹ്? ഇത് പഠിക്കാനും പ്രവർത്തിക്കാനും അതനുസരിച്ച് ജീവിക്കാനും താല്പര്യമുണ്ടാകുക, അതിനോട് ഇഷ്ടമുണ്ടാകുക. അഖീദ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അരോചകാണ്, മടിയാണ്, അലസതയാണ്. അഖീദയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. അത് പഠിക്കാൻ തന്നെ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവുമോ? അതിനുള്ള തൗഫീഖ് നമുക്ക് ഉണ്ടാവുമോ? ഇതിനോട് താല്പര്യമുണ്ടാകുക, അതിനോട് ഇഷ്ടമുണ്ടാകുക, അതിനോട് അഭിവാഞ്ജയുണ്ടാകുക, നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുക, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നതമായ മർത്തബയാണ്. സ്വഹാബികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച വിശേഷണമാണ്. സൂറത്തുൽ ഹുജറാത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, സഹാബികളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ചില മര്യാദകൾ, ആദാബുകൾ പാലിക്കേണ്ടതിന്റെ ചില പാഠങ്ങൾ അല്ലാഹു ഉണർത്തവേ സൂറത്തുൽ ഹുജറാത്തിൽ പറഞ്ഞു, അല്ലാഹു വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങൾ അറിയണം സ്വഹാബികളെ, നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലാണുള്ളത്. അദ്ദേഹം നിസാരക്കാരനല്ല, അല്ലാഹു നിങ്ങളിലേക്ക് അയച്ച അവന്റെ റസൂലാണ്. ലൗ യുതിഉകും ഫീ കസീരിൻ മിനൽ അംരി ലഅനിത്തും, അല്ലാഹു വഹിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നിങ്ങൾക്ക് അറിയിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകുകയില്ല, നിങ്ങളുടെ ഇഷ്ടങ്ങൾ അതിനെതിരായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് നടപ്പിലാക്കാൻ, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊത്ത് പ്രവർത്തിക്കാനും നിങ്ങളുടെ ഇഷ്ടങ്ങളെ അനുസരിക്കുന്നവനാകുന്ന ഒരാളായി മാറാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിലും ദുനിയാവിലും പ്രയാസമുണ്ടാകുമായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അതിനെതിരായാലും നിങ്ങൾ അനുസരിക്കണം. സ്വഹാബത്തിനെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ അറിയിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാകുന്നു. എന്തുകൊണ്ടാണ്? അല്ലാഹു പറയുന്നു, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, അല്ലാഹുവാണ് ഈമാനിനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കി തന്നത്. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതിനെ ഭംഗിയുള്ളതാക്കി തോന്നിച്ചത് അല്ലാഹുവാണ്. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, അല്ലാഹുവാണ് നിങ്ങളുടെ ഹൃദയത്തിൽ കുഫ്റിനോടും അധർമ്മത്തോടും തിന്മകളോടും പാപങ്ങളോടും തോന്നിവാസങ്ങളോടും വെറുപ്പുണ്ടാക്കി തന്നത് അല്ലാഹുവാണ്. സ്വഹാബികളെ വിളിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഈമാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്, അമലു സ്വാലിഹ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഈമാനിനെതിരായ കുഫ്ർ നിങ്ങൾക്ക് വെറുപ്പാണ്, തിന്മകൾ നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നതാണ്. ഉലൈക ഹുമുർ റാഷിദൂൻ, ഇവരാണ് സന്മാർഗികൾ, അവരാണ് നേർമാർഗം പ്രാപിച്ചവർ, അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിക്കുന്നവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിച്ച മഹാന്മാരായ സ്വഹാബികളുടെ ഉന്നതമായ വിശേഷണമാണെന്ത്? ഈമാനും അമലു സ്വാലിഹും അവരുടെ മനസ്സിൽ ഇഷ്ടമാണ്, താല്പര്യമാണ്. അവർക്ക് ആരൊക്കെ നാടും വീടും സമൂഹവും ഒക്കെ അതിനെ മോശത്തരമായി ചിത്രീകരിച്ചാലും അവരുടെ കൽബിൽ അതിനേക്കാൾ മനോഹരവും ഭംഗിയും
ശ്രേഷ്ഠവും മഹത്വവും ഉദാത്തവുമായ മറ്റൊന്നും ഉണ്ടാവില്ല. അതാര വിശേഷണമാണ്? സ്വഹാബത്തിന്റെ മുഅ്മിനീങ്ങളുടെ അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കുന്നവരുടെ ഉന്നത വിശേഷണമാണ്. അതുകൊണ്ട് ഈമാൻ, അമലു സ്വാലിഹ്, ദീനിന്റെ നന്മകൾ, അധ്യാപനങ്ങൾ, ഇസ്ലാമിന്റെ അഖീദയുടെ അടിസ്ഥാന പാഠങ്ങൾ, ഇതിനോട് നമുക്ക് വെറുപ്പും അനിഷ്ടവും അരോചവും ഉണ്ടാകുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖിനായി നമ്മൾ നിരന്തരം കേണുകൊണ്ടേയിരിക്കണം. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം ഇതാണ്: ഈമാനും അമലു സ്വാലിഹും, അതിനോട് ഇഷ്ടവും താല്പര്യവും അതിനോടുള്ള ആഗ്രഹവും പ്രവർത്തനവും കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത്. മൂന്നാമത്തേത് അത്തൗബ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യാൻ നമുക്ക് അവസരം നൽകുന്നുവെങ്കിൽ, തൗബ എന്നുള്ളത് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് റമദാനിൽ മാത്രമുള്ളൊരു പരിപാടിയാണെന്നാണ്. തൗബ റമദാൻ കഴിഞ്ഞ പിന്നെ തൗബ ഇല്ല, അടുത്ത റമദാൻ വന്നാലേ തൗബയോ? അങ്ങനെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസവും എത്ര തവണ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി അവിടുന്ന് തൗബ ചെയ്യാറുണ്ടായിരുന്നു? ഒരു സദസ്സിൽ സഹാബത്ത് 70 തവണ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 തവണ അവിടുന്ന് തൗബയുടെ വാചകങ്ങൾ ഉരുവിടാറുണ്ടായിരുന്നു. ഒരു ദിവസത്തിലെ കഥയാണിത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗബ ചെയ്യാൻ അവസരം നൽകുന്നുവെങ്കിൽ അത് മഹത്തായ തൗഫീഖാണ്. നമുക്ക് തൗബ ചെയ്യാൻ സാധിക്കാറുണ്ടോ നിരന്തരം? ഒരു ദിവസം അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി എന്ന് മനം തൊട്ട് നമ്മുടെ തിന്മകൾ ഏറ്റുപറഞ്ഞു പറയാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഒരു ദിവസം 100 തവണയെങ്കിലും. അത് മഹത്തായ തൗഫീഖാണ്. അത് സാധിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് നമ്മിൽ നിന്ന് അകലുന്നു എന്നതിന്റെ അടയാളമാണത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞു, വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും. അള്ളാഹു നിങ്ങളുടെ തൗബ സ്വീകരിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നവനാണ്. വയുരീദുൽ ലദീന യത്തബിഊന ശഹവാത് അൻ തമീലു മൈലൻ അളീമ. എന്നാൽ തൗബ ചെയ്യാതെ ദേഹേച്ഛകൾക്ക്, തോന്നിവാസങ്ങൾക്ക് അടിമപ്പെട്ട് അതിനെ പിൻപറ്റി ജീവിക്കുന്ന ആളുകൾ അൻ തമീലു മൈലൻ അളീമ, അവരുദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകാനാണ്. അപ്പൊ തൗബ ചെയ്യാതെ തിന്മകളിലും ശഹവത്തുകളിലും മുഴുകി ജീവിക്കുന്നവർ അവരുദ്ദേശിക്കുന്നത് എന്താണ്? സിറാത്തുൽ മുസ്തഖീമല്ല, ഹിദായത്തല്ല, അള്ളാഹുവിന്റെ തൗഫീഖല്ല. അപ്പൊ ആരാണോ തൗബയിൽ നിന്നും നന്മകളിൽ നിന്നും അകന്നു നിൽക്കുന്നത് അവൻ അള്ളാഹുവിന്റെ തൗഫീഖില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുന്ന, തൗഫീഖ് നൽകുന്നവരിൽ അവർ ഉൾപ്പെട്ടിട്ടില്ല. മറിച്ച് അവൻ സിറാത്തുൽ മുസ്തഖീമിനോട് എതിരിട്ട് നിൽക്കുന്നു. പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കവേ ചിലർ പറഞ്ഞു, യത്തബിഊന ശഹവാതി അൻ തമീലു മൈലൻ അളീമ എന്ന് പറഞ്ഞാൽ അവർ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റി സഞ്ചരിക്കും. എന്നിട്ടോ മഗ്ദൂബി അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിച്ചവരുടെയും പിഴച്ചുപോയവരുടെയും മാർഗത്തിൽ ചേർക്കല്ലേ എന്ന് പറഞ്ഞ അള്ളാഹു കോപിച്ച യഹൂദരുടെ മാർഗം അവൻ പിൻപറ്റും, പിഴച്ചുപോയ നസാറാക്കളുടെ മാർഗം അവൻ പിൻപറ്റും. ഹക്കിനെ പിൻപറ്റൂല, അവൻ ബാത്തിലിനെ പിൻപറ്റും, അവന്റെ ഇച്ഛകളെ പിൻപറ്റും, ദീനിന്റെ താല്പര്യങ്ങൾ അവൻ പിൻപറ്റുകയില്ല. ഇങ്ങനെ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുമ്പിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യാത്ത ആളുകൾ ഇങ്ങനെ വഴിതെറ്റി അള്ളാഹുവിന്റെ തൗഫീഖിൽ നിന്ന് അകന്നുപോകും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുന്നവരുടെ വിഷയത്തിൽ അവൻ അതിയായി സന്തോഷിക്കുമെന്നാണ്. ഈ ഒരൊറ്റ ഹദീസ് മതി തൗബയുടെ വലുപ്പവും കനവും ആഴവും പരപ്പും അതിന്റെ ആവശ്യകതയും നമുക്ക് മനസ്സിലാക്കാൻ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത പ്രസിദ്ധമായ ഹദീസിൽ, നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഹദീസാകും, പക്ഷേ എന്തൊരു മഹത്തായ ഹദീസാണിത്. ലല്ലാഹു അഫ്റഹു ബിതൗബത്തിൽ അബ്ദി മിൻ റജുലിൻ നസല മൻസിലൻ വബിഹി മഹ്ലകത്തുൻ വമഅഹു റാഹിലതുഹു അലൈഹാ തആമുഹു വശറാബുഹു فوضع رأسه فنام نومة فاستيقظ وقد ذهبت راحلته فطلبها حتى إذا اشتد عليه الحر والعطش قال أرجع إلى مكان الذي كنت فيه فأنام حتى أموت فرجع فنام نومة ثم رفع رأسه فإذا راحلته عنده عليها زاده وطعامه وشرابه فالله أشد فرحا بتوبة العبد المؤمن من هذا براحلته وزاده. ഒരു മനുഷ്യൻ അവൻ ദീർഘദൂരം യാത്രയിലാണ്. അങ്ങനെ ഒരു പ്രദേശത്ത് വിശ്രമിക്കാനിറങ്ങി.
അവന്റെ അടുക്കൽ വാഹനമൃഗമുണ്ട്. ആ വാഹനമൃഗത്തിനുമേൽ അവന്റെ പാഥേയങ്ങൾ, ഭക്ഷണവും പാനീയവുമെല്ലാം വെച്ചു കെട്ടിയിട്ടുണ്ട്. അയാൾ അല്പം വിശ്രമിക്കാൻ വേണ്ടി, ക്ഷീണമകറ്റാനൊന്ന് മയങ്ങാൻ വേണ്ടി വാഹനപ്പുറത്ത് നിന്നിറങ്ങി അവിടെ കിടന്നു. ഉറക്കത്തിൽ പെട്ടുപോയി. പെട്ടെന്ന് അയാൾ ഞെട്ടി ഉണർന്നു. അതാ അവന്റെ വാഹനമൃഗം അവന്റെ പാതയും കൊണ്ട് എങ്ങോട്ടോ പോയിരിക്കുന്നു, കാണുന്നില്ല. ആ മനുഷ്യൻ ആ വിജനമായ പ്രദേശത്ത് അതിനെ തേടി നടന്നു, അലഞ്ഞു. അങ്ങനെ ചൂട് ശക്തമായപ്പോൾ അയാൾ നിസ്സഹായനായി, വിഷമിച്ച്, വ്യാകുലപ്പെട്ട് അയാൾ നേരത്തെ വിശ്രമിച്ച അതേ സ്ഥലത്തേക്ക് തിരിച്ചു വന്നു. നിരാശനായി, ഇവിടെ കിടന്ന് മരിക്കുകയല്ലാതെ മറ്റൊരു നിർവാഹവുമില്ല എന്നയാൾ സ്വയം പരിതപിച്ചു. അങ്ങനെ അയാൾ വീണ്ടും ഉറങ്ങിപ്പോയി. പിന്നീട് അയാൾ വീണ്ടും അതാ ഉറക്കത്തിൽ നിന്ന് നെട്ടി ഉണർന്ന് എഴുന്നേൽക്കുന്നു. അപ്പോഴതാ അതേ സ്ഥാനത്ത് അയാളുടെ വാഹനമൃഗവും ഭക്ഷണവും പാനീയവും പാതയുമെല്ലാം തിരിച്ചു കിട്ടിയിരിക്കുന്നു. എന്തായിരിക്കും അയാളുടെ സന്തോഷം? എന്തായിരിക്കും അയാളുടെ സന്തോഷം? നമുക്കാണ് ഇങ്ങനെ അവസ്ഥയെങ്കിൽ നമ്മുടെ സന്തോഷം എത്രയായിരിക്കും? സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ ശേഷം പറഞ്ഞു, ഫല്ലാഹു അശദ്ദു ഫർഹൻ ബിതൗബത്തിൽ മുഅ്മിൻ മിൻ ഹാദാ ബിറാഹിലതിഹി വസാദി. അള്ളാഹു ഇതിനേക്കാൾ ശക്തമായി അവന്റെ മുഅ്മിനായ ഒരു അടിമ തൗബ ചെയ്താൽ സന്തോഷിക്കുന്നവനാണ്. ഇതിനേക്കാൾ ശക്തമായി ഈ വാഹനമൃഗം നഷ്ടപ്പെട്ട നിസ്സഹായനായ, മരണത്തോട് മല്ലിട്ട് പ്രതീക്ഷ അസ്തമിച്ച് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നേറ്റ് തന്റെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടിയ ആ മനുഷ്യനുണ്ടായ ഭൗതികമായ ആ സൗകര്യങ്ങൾക്ക് മേലയാൾ സന്തോഷിക്കുന്ന സന്തോഷത്തെക്കാൾ അതിശക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്ത, അവനോട് ധിക്കാരം പ്രവർത്തിച്ച അവന്റെ അടിമ അവനോടത് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്താൽ അവൻ സന്തോഷിക്കും, ശക്തമായി അവൻ സന്തോഷിക്കുമെന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതിനേക്കാൾ തൗബ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ മറ്റെന്തു തെളിവാണ് നമുക്ക് ആവശ്യമുള്ളത്? മറ്റെന്തു പാഠമാണ് നമുക്ക് ആവശ്യമുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, തൗബക്ക് കാലമില്ല, കാലയളവില്ല, സീസണില്ല. നിരന്തരം എന്നും എപ്പോഴും അത് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് നമ്മുടെ നിത്യജീവിതത്തിലെ നിത്യ സംഭവമാക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ഇതാണ് മൂന്നാമത്തെ കാര്യം. തൗബ ചെയ്യാൻ നമുക്ക് എത്രത്തോളം സാധിക്കുന്നു അത്രത്തോളം അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കാം. നാലാമത്തെ കാര്യം, അദ്ദഅവതു ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക്, അവന്റെ ദീനിലേക്ക് ക്ഷണിക്കാൻ, അതെത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ ആ മാർഗത്തിൽ പണിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയാൽ അതവന്റെ തൗഫീഖിന്റെ പ്രധാനപ്പെട്ട അടയാളമാണ്. പണ്ഡിതന്മാർ പറയുന്നു, മിൻ തൗഫീഖില്ലാഹി ലിൽ അബ്ദി അൻ യുവഫിഖഹു ലിദ്ദഅവതി ഇലാ ദീനില്ലാഹി തആല വതഅലീമിൻ നാസിൽ ഖൈർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് നൽകുന്ന ഉദവികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അവന്റെ തൗഫീഖാണ് അല്ലാഹുവിന്റെ ദീനിലേക്ക്, അവനിലേക്ക്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്. ഇതാണ് എന്റെ മാർഗം, ഞാൻ അല്ലാഹുവിലേക്ക് നിങ്ങളെ വിളിക്കുന്നു. റബ്ബുൽ ആലമീനായ അല്ലാഹുവിലേക്ക്, അവന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് തൗഹീദിലേക്ക് ഇത് പറയാൻ സാധിക്കുക എന്നത് മഹത്തായ തൗഫീഖാണ്. അത് ചില്ലറ കാര്യമല്ല. വതഅലീമിൻ നാസി അൽ ഖൈർ. ജനങ്ങൾക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ നന്മകൾ പകർന്നു നൽകാൻ, പഠിപ്പിച്ചു നൽകാൻ സാധിക്കുക എന്നുള്ളത് മഹത്തായ തൗഫീഖാണ്. ആ മാർഗത്തിലുള്ളവരെ നിങ്ങൾ സന്തോഷിക്കുക. അല്ലാഹുവിന്റെ തൗഫീഖ് മാത്രമാണത്. ഫദ്ദഅവതു ഇലല്ലാഹി ഹിയ മുഹിമ്മത്തുൽ അംബിയാഇ വറുസുൽ വൽ മുവഫഖീന മിൻ ഇബാദില്ലാഹ്. കാരണം അല്ലാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുക, അല്ലാഹുവിന്റെ ദീനിന്റെ നന്മകൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു നൽകുക എന്നുള്ളത് അംബിയാ മുർസലീങ്ങളുടെ ഉദ്യോഗമാണ്. അവരെടുത്ത പണിയാണിത്. അല്ലാഹുവിന്റെ അടിമകൾ അല്ലാഹു ഏറ്റവും അധികം തൗഫീഖ് കനിഞ്ഞരുള്ളവരുടെ വിശേഷണമാണത്. അതാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കുക, അവന്റെ ദീനിലേക്ക് ദഅവത്ത് ചെയ്യുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ലഭിച്ച പ്രത്യേകക്കാർക്ക്, അവന്റെ അംബിയ മുർസലീങ്ങൾക്ക് അവൻ കനിഞ്ഞരുളിയ മഹത്തായ സൗഭാഗ്യമാണ്.
അത് ചെയ്യുന്നവർ, ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർ അള്ളാഹുവിന്റെ തൗഫീഖ് അനുകൂലമായവരാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹു പറഞ്ഞതുപോലെ ഈ ആയത്ത് മാത്രം മതി ആ പ്രവൃത്തിയുടെ മേന്മ നമുക്ക് മനസ്സിലാക്കാൻ. ഞാൻ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നു, അള്ളാഹുവിലേക്ക് വിളിക്കുന്ന, അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നു എന്ന വാക്ക് പറയുന്നവനേക്കാൾ, അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? അള്ളാഹുലേക്ക് ക്ഷണിച്ചവനേക്കാൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവനേക്കാൾ നല്ല വാക്കും പ്രവൃത്തിയും കാഴ്ചവെച്ചവൻ ആരുണ്ട്? വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്, ഞാനൊരു മുസ്ലിമാണ് എന്ന് സധൈര്യത്തോടെ ഇസ്ലാമിൽ അടിയുറച്ചു നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവനേക്കാൾ നല്ല വാക്കും പ്രവൃത്തിയും കാഴ്ചവെച്ചവൻ ആരുണ്ട് എന്ന് അള്ളാഹു ചോദിച്ചതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ലിഅൻ യുഹ്ദാ ബിഹുദാക റജുലുൻ വാഹിദുൻ ഖൈറുൻ ലക മിൻ ഹുംറിൻ നഅം. സഹൽ ഇബ്നു സഅദ് സാഇദി റളിയല്ലാഹു അൻഹുവിനോടാണ് ഈ പറഞ്ഞത്. അള്ളാഹു സത്യം, നീ കാരണമായി, നീ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ച് ഹിദായത്തിൽ ഒരാളായി തീരുക എന്നത് ചുവന്ന ഒട്ടകക്കൂട്ടങ്ങളെ നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ, ദുനിയാവിലെ മുന്തിയ സമ്പത്തിന്റെ വിഹിതം നിനക്ക് കരസ്ഥമാകുന്നതിനേക്കാൾ ശ്രേഷ്ഠം അതാണ്. നമ്മളെ കൊണ്ട് ഒരാൾ ഹിദായത്തിലാകുക, നമ്മളറിഞ്ഞ ഹക്ക്, ഇസ്ലാമിന്റെ അടിസ്ഥാനം തൗഹീദ്, ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുക വഴി അയാൾ ഇസ്ലാമിലേക്ക്, തൗഹീദിലേക്ക് വന്നാൽ ദുനിയാവിലെ എന്തുമേതും നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പഠിച്ച് അമലാക്കുന്ന കാര്യം, ശരിയായി മനസ്സിലാക്കി ശരിയായി നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ മറ്റുള്ളവർക്ക് എത്തിച്ചു നൽകുക. അള്ളാഹുവിന്റെ ദീനിലേക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപം, എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിഞ്ഞോളുന്നില്ല, എല്ലാവർക്കും ക്ലാസ് എടുത്തോളാൻ കഴിഞ്ഞോളുന്നില്ല, എല്ലാവർക്കും എഴുതാൻ കഴിഞ്ഞോളുന്നില്ല. മറിച്ച് നമുക്ക് പറയാനോ എഴുതാനോ പ്രസംഗിക്കാനോ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? അത് ചെയ്യുന്ന ആളുകളുടെ സംസാരങ്ങൾ, എഴുത്തുകൾ, കുറിപ്പുകൾ, ഇത് നമുക്ക് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാം. നമുക്ക് ആ നന്മ അറിയിച്ചതിന്റെ ഒരു വിഹിതം ലഭിക്കും. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഒരാൾക്കൊരു നന്മ അറിയിച്ചു കൊടുത്താൽ ആ നന്മ പ്രവർത്തിക്കുന്നവൻ, അവന് ഉള്ള പ്രതിഫലം ഒട്ടും കുറയാതെ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാവരും പ്രസംഗിക്കണമെന്നും എല്ലാവരും ക്ലാസ് എടുക്കണമെന്നല്ല നമ്മൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ അടിസ്ഥാനങ്ങൾ നമ്മൾ കൃത്യമായ ഉറവിടത്തിൽ നിന്ന് കറകളഞ്ഞ് കലർപ്പില്ലാതെ മനസ്സിലാക്കിയത് നമ്മൾ പ്രവർത്തിക്കുന്നത് ആദ്യം നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഉറ്റ ബന്ധുക്കൾക്ക്, നമ്മുടെ അയൽവാസികൾക്ക്, നമ്മുടെ നാട്ടിൽ അത് പകർത്താനും അത് പ്രചരിപ്പിക്കാനുമുള്ള മാധ്യമങ്ങൾ അവരിലേക്ക് അറിയിച്ചു കൊടുക്കുക വഴി അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടി പണിയെടുക്കുക വഴി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള ക്ഷണം നമുക്ക് നിർവഹിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകിയാൽ അത് അല്ലാഹുവിന്റെ തൗഫീഖിന്റെ മഹത്തായ രൂപമാണ്. അല്ലാഹുവിന്റെ തൗഫീഖ് പ്രത്യേകമായി ലഭിക്കുന്ന ഒരു അടയാളമാണത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ദീൻ അത് പഠിച്ച് അത് പ്രവർത്തിച്ച് സ്വന്തം ചടഞ്ഞുകൂടിയിരിക്കുക, ഒതുങ്ങിയിരിക്കുക എന്നുള്ളത് അത് ഇസ്ലാമിന്റെ യഥാർത്ഥ വഴിയല്ല. അത് സ്വകാര്യ സ്വത്തായി, നമ്മളെ തറവാട്ടുവകയെ കുത്തകയായി അവിടെ എടുത്തു വെച്ചിട്ട് നമുക്ക് മാത്രം മതി, വേറെ ആർക്കും വേണ്ടതില്ല എന്ന വിചാരത്തിലിരിക്കുന്നവർ അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ചവരല്ല. ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു, പഠിച്ചിട്ട് വേണം നമ്മൾ പറയാൻ. ഒരാളോട് ദീൻ പറയുന്നുവെങ്കിൽ, ഒരാളെ നമ്മൾ ദഅവത്ത് ചെയ്യുന്നുവെങ്കിൽ അത് ശരിയാണ്, അത് ഹക്കാണ് എന്ന് ഉറപ്പിച്ച് തെളിവുകൾ സഹിതം അത് മനസ്സിലാക്കി അത് കൃത്യമായി പഠിച്ച് അമൽ ചെയ്തു വേണം നമ്മൾ പറയാൻ. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ്. അതുകൊണ്ടാണ് സൂറത്തുൽ അസ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രമം പറഞ്ഞത്. ഈമാൻ ഉണ്ടാകണം, അതിന് പഠിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ്, എന്നിട്ട് അത് ആളുകൾക്ക്, ആ ഹക്ക് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതാണ് അഞ്ചാമത്തെ കാര്യം. ഇതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം ഹുസ്നുൽ ഇശ്റ. നമ്മുടെ കുടുംബത്തോട്, പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യമാരോട്
നല്ല സഹവാസം, പെരുമാറ്റം കാഴ്ചവെക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കുന്നവർ നിങ്ങളുടെ കുടുംബത്തിനോട് ഏറ്റവും ഉത്തമരായി നിലകൊള്ളുന്നവരാണ്. വഅന ഖൈറുക്കും ലിഅഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും ഉത്തമമായി നിലകൊള്ളുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. അതുകൊണ്ട് നാട്ടുകാർക്ക് ഗുണം മാത്രമേ ചെയ്യൂ, നാട്ടുകാർക്കൊരു പരാതിയില്ല, നാട്ടുകാർ അവനെക്കുറിച്ച് ഒരു മോശവും പറയില്ല. അതുപോലെ തന്നെ കൂട്ടുകാർക്കിടയിലും അവൻ സൽഗുണ സമ്പന്നനാണ്. മസ്ജിദിൽ അവൻ്റെ ആദർശ സുഹൃത്തുക്കൾക്കിടയിൽ വളരെ സ്വീകാര്യനാണ്. പക്ഷെ കുടുംബത്തിൽ അവൻ കീറാമുട്ടിയാണ്. കുടുംബക്കാർക്ക് ഒരു ഗുണമില്ല അവനെക്കൊണ്ട്. കുടുംബക്കാരോട് അവനെക്കുറിച്ച് ചോദിച്ചാൽ സ്വന്തം ഭാര്യ വരെ അവനെക്കുറിച്ച് നല്ലത് പറയില്ല. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തൗഫീഖ് നമ്മിൽ നിന്ന് അകലുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട അടയാളമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിച്ചവർ, നന്മയിൽ മുന്നേറുന്നവർ, ആ നന്മയുടെ അടയാളം, അതിൻ്റെ പ്രതിഫലനം സ്വന്തം കുടുംബത്തിൽ കാഴ്ചവെക്കാൻ സാധിക്കാതിരിക്കുന്നതാണ് അതിനേക്കാൾ വലിയ നിന്ദതയുണ്ട്. ഞാനൊരു നല്ല മനുഷ്യനാണെങ്കിൽ, ഞാനൊരു നല്ല സ്വഭാവമുള്ളവനാണെങ്കിൽ, ഞാനൊരു സുഹൃതവാനാണെങ്കിൽ, അതിൻ്റെ പ്രതിഫലനം, അതിൻ്റെ അടയാളം, അതിൻ്റെ എന്താ പറയുക എഫക്റ്റ് ആദ്യം അവൻ്റെ കുടുംബത്തിൽ അവൻ കാഴ്ചവെക്കണം. അതുണ്ടാകണം. അതിൻ്റെ ഉപകാരം കിട്ടേണ്ടത് ആദ്യം അവൻ്റെ കുടുംബത്തിനാണ്, കൂടെ കിടക്കുന്നവൾക്കാണ്, മക്കൾക്കാണ്. അതിൻ്റെ ഉപകാരം ആദ്യം അവനിലൂടെ കിട്ടേണ്ടത്. അതനുവദിച്ചു കൊടുക്കാത്തവൻ നാട്ടുകാർക്ക് മുഴുവൻ ഗുണം ചെയ്തിട്ട് നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ നടന്നിട്ട് എന്തു കാര്യമാണുള്ളത്? അതുകൊണ്ട് കുടുംബത്തോട് നല്ല ബന്ധം കാഴ്ചവെക്കാൻ, കുടുംബത്തിൽ സൽസ്വഭാവിയാകാൻ, കുടുംബത്തിൽ സ്വീകാര്യനാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുന്നവർ, അവർ അല്ലാഹുവിന്റെ തൗഫീഖിൽ അപാരമായി മുന്നേറുന്നവരാണ്. ഖൈറുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളിൽ ഉത്തമർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അത് ആദ്യം കാണിച്ചു തന്നിട്ടാണ് ഈ ഹദീസ് പറയുന്നത്. വഅന ഖൈറുക്കും ലിഅഹ്ലി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും ഉത്തമനായി നിലകൊള്ളുന്നവനാണെന്നാണ്. അതുപോലെ നമുക്ക് ആവാൻ സാധിക്കണം. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ഫമൻ ഖളാ ഹവായിജ അഹ്ലിഹി വഖദ്ദമഹ അലൽ അസ്ദിഖാഇ വൽ അസ്ഹാബി കാന മുവഫഖൻ മുസദ്ദദൻ. ആരാണോ തൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, തൻ്റെ കുടുംബത്തിനോടുള്ള ഹക്കുകൾ ആദ്യം വീട്ടുന്നത്, എന്നിട്ട് കൂട്ടുകാരിലേക്കും പിന്നെ അതുപോലെ തന്നെ കൂട്ടാളികളിലേക്കും മറ്റുമിറങ്ങുന്നത്, കാന മുവഫഖൻ മുസദ്ദദൻ, അവനാണ് അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിച്ചവൻ, അവനാണ് നേരായ മാർഗത്തിൽ നിലകൊള്ളുന്നവൻ. കാരണം ലഅന്ന ഹഖ്ഖഹും ഔലാ വഔജബ് മിൻ ഗൈരിഹിം, കുടുംബത്തിനോടുള്ള ഹക്കാണ് നാട്ടുകാരോടും കൂട്ടുകാരോടൊക്കെയുള്ള ഹക്കിനേക്കാൾ ഏറ്റവും കടപ്പെട്ടതും അഭികാമ്യമായിട്ടുള്ളതും. അതുകൊണ്ട് അത് ആദ്യം കാഴ്ചവെക്കാൻ സാധിക്കാത്തവൻ അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാത്തവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം തദക്കുറുൽ മൗത്ത്, മരണത്തെക്കുറിച്ച് ഓർക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. ഞാൻ മരിക്കേണ്ടവനാണല്ലോ, ഞാൻ 6 അടി മണ്ണിലേക്ക് ഏത് നിമിഷവും പോകേണ്ടവനാണല്ലോ എന്ന ബോധം. മുൻഗാമികളിൽ ചിലർ പാടിയതുപോലെ, വഖദ് ഫാറഖൻ നാസുൽ അഹിബ്ബത ഖബ്ലനാ വഅഅ്യാ ദവാഉൽ മൗതി കുല്ല തബീബിൻ. നമ്മുടെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ഉറ്റവർ, ഉടയവർ, കൂട്ടുകാർ, ബന്ധുമിത്രാദികൾ അവർ നമ്മെ വേർപിരിഞ്ഞു പോകുന്നു. നമുക്ക് മുൻപേ അവർ ദുനിയാവിനോട് വിടവാങ്ങി 6 അടി മണ്ണിലായിരിക്കുന്നു. വഅഅ്യാ ദവാഉൽ മൗതി കുല്ല തബീബിൻ, അവരെല്ലാം മരണപ്പെടുമ്പോൾ മരണമാകുന്ന മഹാമാരിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ള മരുന്നുകളിൽ നിന്ന് വൈദ്യന്മാർ, ബിഷഗ്വരന്മാർ അശക്തരായി തീർന്നു. മരുന്ന് കൊടുത്തിട്ട് ആരെയും മരണത്തിൽ നിന്ന് കഴിച്ചിലാക്കാൻ ഒരു ഡോക്ടർക്കും സാധിച്ചിട്ടില്ല. അവരെല്ലാം മരിച്ചു കഴിഞ്ഞു. മരുന്നുണ്ടായിരുന്നുവെങ്കിൽ അവരെ ഡോക്ടർമാർ രക്ഷപ്പെടുത്തുമായിരുന്നു. മരണത്തിന് മരുന്നില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് മരുന്നില്ലാത്ത മരണം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ നഫ്സും രുചിക്കുക തന്നെ ചെയ്യും. അൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി, നമ്മൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ വാറിനേക്കാൾ നമ്മോട് അടുത്ത മരണം, നമ്മൾ ഓടി ഒളിക്കുന്ന ആ മരണം. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നമ്മെ കണ്ടുമുട്ടുന്ന, ഇങ്ങോട്ട് തേടിയെത്തുന്ന മരണം. ഈ മരണത്തെക്കുറിച്ച് നമ്മൾ സദാ ഓർക്കണം. ആ ഓർമ്മ, മരിക്കുമല്ലോ എന്ന ചിന്തയുണ്ടാകുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ. അക്സിറു ദിക്റ ഹാദിമുൽ ലദ്ദാത്ത്, ഭൗതികമായ സുഖാസ്വാദനങ്ങളെ മുറിച്ചു കളയുന്ന,
മരണചിന്തയാകുന്ന മഹത്തായ ഓർമ്മ ഇത് നമുക്കില്ലെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് നമ്മിൽ നിന്ന് അകലുന്നു എന്നതിന്റെ അടയാളമാണത്. സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ലൗ ഫാറക ദിക്റുൽ മൗതി ഖൽബി ഖശീതു അൻ യഫ്സുദ അലയ്യ ഖൽബി. എൻ്റെ ഹൃദയത്തിൽ മരണത്തെക്കുറിച്ച് ഓർമ്മ അത് വേർപ്പെടുകയാണെങ്കിൽ എൻ്റെ ഹൃദയം നശിച്ചുപോയി എന്ന് ഭയപ്പാടിലാകുന്നു ഞാൻ. എൻ്റെ ഹൃദയത്തിൽ നിന്ന് മരണചിന്ത വേർപ്പെടുകയാണെങ്കിൽ എൻ്റെ ഹൃദയം നശിച്ചുപോയി എന്ന് ഞാൻ ഭയപ്പെടുന്നു. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വാചകമാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് നിമിഷവും മരണത്തിന് തയ്യാറെടുക്കേണ്ടവരാണ് എന്ന ബോധത്തിൽ നമ്മൾ മരണചിന്തയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ചവരുടെ പ്രധാനപ്പെട്ട അടയാളമാണ്. ഇതാണ് എത്രാമത്തെ കാര്യം? 6ാമത്തെ കാര്യം. 7ാമത്തേതും നമ്മുടെ ഈ സംസാരത്തിൽ അവസാനമായി പറയാൻ ഉദ്ദേശിക്കുന്നതുമായ കാര്യം ഹുസ്നുൽ ഖാത്തിമ, നല്ല പര്യവസാനം, നല്ല മരണം വരിക്കാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കുന്നവർക്ക് മാത്രം സാധിക്കുന്നതാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിയോട് ചോദിച്ചു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ നബി ചോദിച്ചു. നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറൻ ഇസ്തഅമലഹു ഖബ്ല മൗതിഹി. അള്ളാഹു ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനെ മരണത്തിനു മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്പെടുത്തും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബിയോട് തിരിച്ചു ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ യസ്തഅമിലു, എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഉപയോഗപ്പെടുത്തുക? എങ്ങനെയാണ് ഇസ്തിഅമാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുവഫിഖുഹു ലിഅമലിൻ സ്വാലിഹിൻ സുമ്മ യഖ്ബലുഹു അലൈഹി. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അള്ളാഹു അവന് തൗഫീഖ് നൽകും, എന്നിട്ട് അവന്റെ റൂഹിനെ അള്ളാഹു പിടിക്കും. അപ്പൊ അള്ളാഹു നല്ല പര്യവസാനം ഉദ്ദേശിക്കുന്നവരടയാളം അവരവസാനത്തിൽ അള്ളാഹുവിന് അമൽ സ്വാലിഹ് കാഴ്ചവെച്ച് അതിലായി മരിക്കാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകുമെന്നാണ്. അംർ ഇബ്നു ഹുമൈദ് റളിയല്ലാഹു അൻഹു സമാനമായ മറ്റൊരു ചോദ്യം നബിയോട് ചോദിച്ചു. ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ അസലഹു ഖബ്ല മൗതിഹി. നബി അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ അസലഹു ഖബ്ല മൗതിഹി. അദ്ദേഹം ചോദിച്ചു, വമാ അസലുഹു ഖബ്ല മൗതിഹി? യുഫ്തഹു ലഹു അമലുൻ സാലിഹുൻ ബൈന യദൈ മൗതിഹി ഹത്താ യർദാ അൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന് മുമ്പ് സ്വാലിഹായ പ്രവർത്തനങ്ങളുടെ വാതിൽ അവന് തുറന്നു കൊടുക്കും. അങ്ങനെ അതിലായി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയിലായി സൽക്കർമ്മങ്ങളിലായി മരിക്കാൻ അല്ലാഹു അവന് തൗഫീഖ് നൽകും. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ തഖറഹു ഖബ്ല മൗതിഹി. അല്ലാഹു ഒരടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ മരണത്തിന് മുമ്പ് അവനെ സംസ്കരിക്കും, ശുദ്ധീകരിക്കും. അദ്ദേഹവും ചോദിച്ചു, വമാ തഹൂറുൽ അബ്ദ്, എങ്ങനെയാണ് അല്ലാഹു ഒരടിമയെ ശുദ്ധീകരിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമലുൻ സ്വാലിഹുൻ യുൽഹിമുഹു ഇയ്യാഹു ഹത്താ യഖ്ബിലഹു അലൈഹി. സൽക്കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു കൊടുക്കും. ആ സൽക്കർമ്മങ്ങളിൽ അവൻ ജീവിച്ചു മരിക്കും. അങ്ങനെ അവന്റെ റൂഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിക്കും. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് സഹായം ചെയ്തിരുന്ന, സേവനം ചെയ്തിരുന്ന ഒരു യഹൂദിയായ കുട്ടി, ആ കുട്ടി രോഗം ബാധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയെ സന്ദർശിക്കാൻ പോയി, രോഗസന്ദർശനത്തിന് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ തലഭാഗത്തിരുന്നു. എന്നിട്ട് പറഞ്ഞു, അസ്ലിം. കാഫിറായ യഹൂദിയായ കുട്ടി, മരണത്തോടടുത്ത കുട്ടി. കുട്ടി നേരെ വാപ്പായിലേക്ക് നോക്കി, യഹൂദിയായ വാപ്പായിലേക്ക്. ഫഖാല ലഹു അതി അബുൽ ഖാസിം, അബുൽ ഖാസിമിനെ അനുസരിച്ചോ, മുഹമ്മദിനെ അനുസരിച്ചോ എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. അസ്ലം. ആ കുട്ടി ആ നിമിഷം മുസ്ലിമായി. ആ കുട്ടിയുടെ റൂഹ് പിരിഞ്ഞു. ഇസ്ലാമിലായ കുട്ടി മരിച്ചു, ഷഹാദത്ത് പ്രഖ്യാപിച്ച് മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങി എന്താ പറയുക? അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷിച്ച, ആ കുട്ടിയെ നരകത്തിൽ നിന്ന് രക്ഷിച്ചവനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ കുട്ടി മരിച്ചപ്പോൾ സ്വല്ലു അലാ സ്വഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കുക എന്ന് സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. നോക്കൂ നിങ്ങൾ, ഈ മരണം നന്മയിൽ, ഈമാനിൽ, ഇസ്ലാമിൽ, തൗഹീദിൽ, സുന്നത്തിൽ
സൽക്കർമ്മങ്ങളിലായി മരിക്കാനുള്ള തൗഫീഖ്. അതാണ് തൗഫീഖിന്റെ ആകത്തുക. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് നേടാവുന്ന ഏറ്റവും മഹത്തായ, ഏറ്റവും ആവശ്യമായ, ഏറ്റവും അത്യാവശ്യമായ കാര്യം നമ്മുടെ അവസാനം നന്നാവുക എന്നുള്ളതാണ്, ഹുസ്നുൽ ഖാത്തിമ. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ വല അഅറഫു തൗഫീഖ ഫിന്നാസി മിസ്ലമാ അറാഹു അയാനൻ ഇൻദ ഹുസ്നിൽ ഖവാതിമി. ചില ആളുകളുടെ നല്ല പര്യവസാനം അത് കണ്ണുകൊണ്ട് കണ്ടപ്പോഴാണ് എനിക്ക് തൗഫീഖ് എന്താണെന്ന് മനസ്സിലായത്. ആളുകളിൽ നല്ല മരണം കൈവരിക്കുന്ന ആളുകളുടെ അവസ്ഥ അതെന്നെ കണ്ടുകൊണ്ട് ഞാൻ കണ്ടറിഞ്ഞപ്പോഴാണ് എന്താണ് തൗഫീഖ് എന്ന് എനിക്ക് മനസ്സിലായത്. അതിനു മുമ്പ് അള്ളാഹുവിന്റെ തൗഫീഖ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലായിരുന്നു. അപ്പൊ തൗഫീഖ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ തൗഫീഖ് അത് നമുക്ക് ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ തൗഫീഖിന്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ നല്ല മരണം കൈവരിക്കാൻ സാധിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈമാനിലായി അമലു സ്വാലിഹിലായി അവനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യവും ഉദയവും ഉണ്ടാകുക എന്നുള്ളതാണ്. ഇത് തൗഫീഖിന്റെ ഏറ്റവും മേന്മയുള്ള, ഏറ്റവും അവസാനവും പ്രധാനവുമായിട്ടുള്ള അതിൻ്റെ ആകത്തുകയായി പണ്ഡിതന്മാർ നമ്മെ പരിചയപ്പെടുത്തുന്നു. ഹാദാ വല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.